ഹായ് കൂട്ടുകാരെ, റെയിൻ ഗാർഡൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കുറച്ച് പ്ലാന്റിങ് ചെയ്യുന്ന വീഡിയോ ആണ്. നമ്മൾ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വളർത്തുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഉള്ള കുറച്ച് വാട്ടർ പ്ലാന്റ്സ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്യാണ്. കിണർ ഉണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ. ആ കിണറിൻ്റെ അടുത്ത് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെ ഓരോ പ്ലാന്റ്സ് ആണ്. നമ്മൾ അക്വാട്ടിക് പ്ലാന്റ്സ് ആണ്, വെള്ളം വേണ്ടുന്ന പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ഗപ്പീസും ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ മെയിൻലി നമ്മൾ ഇന്ന് നടാൻ പോകുന്ന ഒന്ന് വാട്ടർ പോപ്പിയാണ്. ബിഗിനേഴ്സായിട്ടുള്ള എല്ലാവർക്കും നടാൻ പറ്റിയൊരു പ്ലാന്റാണ് വാട്ടർ പോപ്പി. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൽ ഒരു യെല്ലോ ഫ്ലവറാണ് ഇതിൽ വരുന്നത്. നിറച്ച് ഫ്ലവർ വരുന്നൊരു വെറൈറ്റിയാണ്. ഇപ്പോൾ ഫ്ലവറിങ് അല്ലാത്തൊരു ടൈമാണ്. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ മഴ പെയ്തു തുടങ്ങുമ്പോഴത്തേക്ക് നിറച്ച് ഇതിലൊക്കെ ഫ്ലവർ വരും. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. യെല്ലോ ഫ്ലവർ വരും വാട്ടർ പോപ്പിയിൽ. അപ്പോൾ ഇത് നമ്മൾ 1-2-3 പ്ലാന്റ് ഇതിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് വേറൊരു പോട്ടി നടാനുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എളുപ്പം തൈ കിട്ടുന്നൊരു വെറൈറ്റിയാണ്. നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തൈ ശരിക്കും കിട്ടുന്നൊരു വെറൈറ്റി. അപ്പോൾ ഇത് ഒരു 3 പീസാണ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നത്. ഇത് കഴിഞ്ഞ കൊല്ലം ഞാൻ നട്ടിട്ടതാണ്. നമുക്കിപ്പം ഇത്രയും പ്ലാന്റ്സ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ വാട്ടർ പ്ലാന്റ്സ് എല്ലാം സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലും പ്ലാന്റ്സ് ഒക്കെ വേണമെങ്കിൽ നമ്മളെ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ അതാണ്ട് ഈ 3 റൂട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ വാട്ടർ പോപ്പി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പ്ലാന്റ്സ് ഏതാണെന്ന് നോക്കാം. നമ്മൾ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് ഈ സ്നോ ഫ്ലേക്സ് എന്ന് പറയും. വൈറ്റ് സ്നോ ഫ്ലേക്സും ഉണ്ട്, യെല്ലോയും ഉണ്ട്. നെയ്യാമ്പൽ എന്നൊക്കെ നമ്മൾ പറയുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിവിടെ കിടന്ന് ഇലയൊക്കെ വീണ് ഒരുമാതിരി നാശമായിട്ടുണ്ട്. നമ്മൾ മരങ്ങളൊക്കെ ഉള്ളിടത്ത് വെച്ചാലുള്ളൊരു കുഴപ്പം ഇതാണ്. പ്ലാന്റ് താണ്ട് പുതിയ തൈ കിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് റൂട്ടോടുകൂടി നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു 3 പ്ലാന്റ് എടുക്കുകയാണ്. ചെറിയ പ്ലാന്റാണ് കിട്ടുന്നത് നമുക്ക്. അപ്പോൾ 2 പ്ലാന്റും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഏത് പ്ലാന്റാണെന്ന് നോക്കാം. അപ്പം നമ്മൾ നല്ലൊരു പോട്ടിൽ ഇത് ഇട്ട് വെച്ചിട്ടുണ്ട്. വാട്ടർ പോപ്പിയും നെയ്യാമ്പലുമാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി അടുത്തതായിട്ട് എടുക്കുന്നത് നമ്മൾ ഈ ബ്ലൂ ഫ്ലവർ വരുന്ന ഈ ഒരു പ്ലാന്റാണ്. ഇതൊരു വാട്ടർ പ്ലാന്റാണ്. അത്യാവശ്യം വെള്ളം വേണ്ടുന്ന പ്ലാന്റാണ്. നമുക്ക് അക്വേറിയത്തിലൊക്കെ വെക്കാൻ പറ്റിയൊരു പ്ലാന്റാണിത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് സ്റ്റെമ്മ് കട്ട് ചെയ്തെടുക്കുകയാണ്. കുറച്ച് കൂടുതൽ അമർത്തിയിട്ടുണ്ട്. കാര്യം ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി കൂടുതൽ നട്ടാലേ അതിനൊരു ഭംഗിയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഇത്രയും 3 പ്ലാന്റ് നമുക്കായിട്ടുണ്ട്. ഇനി 4ാമത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് ജാപ്പോണിക്ക എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതും കൂടെ കളക്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഈ കിണറിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ 4 പോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം 4 സിമെൻറ്റ് പോട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ വാർത്തെടുത്ത പോട്ടാണ് സിമെൻറ്റ് പോട്ട്. അപ്പോൾ ഈ 4 പോട്ടിലായിട്ടാണ് നമ്മൾ ഇത് നടാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എല്ലുപൊടിയും അതേപോലെ ചാണകപ്പൊടിയും ചെറുതായിട്ട് ചേർത്തിട്ടുണ്ട്. ഈ കിടക്കുന്ന എല്ലുപൊടിയും ചാണകപ്പൊടിയുമാണ് മിക്സ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും അടിയിൽ മാത്രമേ ഇടാവുള്ളൂ. വളം ഒരിക്കലും മേളിൽ ഇടരുത്. അപ്പോൾ അടിയിൽ വളം ഇട്ട് ഇതിൻ്റെ മേളിൽ നമ്മൾ മണ്ണിടണം. ഇപ്പോൾ ഇത് മണ്ണിട്ട് വെച്ചേക്കാണ്. വളത്തിന് മേളിൽ നമ്മൾ ചെളിയോ അല്ലെങ്കിൽ മണ്ണോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് ഏതാ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. അപ്പം ചെളിയെ ഉള്ളെങ്കിൽ ചെളി ഉപയോഗിക്കാം, മണ്ണാണെങ്കിൽ മണ്ണ് ഉപയോഗിക്കാം. അതേപോലെ ഇത് മണ്ണ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ അങ്ങ് നട്ടാൽ മതി. പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അടിയിൽ മാത്രമേ വളം ഇടാവുള്ളൂ. എപ്പോഴും നമ്മൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇനി ജാപ്പോണിക്കയും കൂടെ നമുക്ക് കളക്ട് ചെയ്യാം. ഇതാണ് ജാപ്പോണിക്ക എന്ന് പറഞ്ഞ ഫ്ലവർ.
പ്ലാന്റ്. ഇതിൽ റോസാപ്പൂ പോലെ അടുക്ക് അതിലുള്ള ഒരു ചെറിയ ഫ്ലവർ ഇങ്ങനെ വരും. ഒരു തണ്ട് വന്നിട്ട് അതിൽ നിറച്ച് ഫ്ലവർ വരുന്നൊരു വെറൈറ്റിയാണ്. മിക്കവാറും എല്ലാവർക്കും അറിയാം, ഇത് കോമൺ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്, നല്ലൊരു പ്ലാന്റുമാണ്. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ ശരിക്കും തൈയും കൂടെ നമുക്ക് കിളിച്ച് വരുന്നൊരു ടൈമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏറ്റവും വലുത് നോക്കി വരണം നമ്മുടെ പോട്ടിൽ നടാം. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് മണ്ണിലൊരു കുഴി പോലെ ചെയ്ത് അങ്ങ് താത്ത് വെച്ചാൽ മതി. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് നമ്മൾ സാധാ ചെടി നടുന്ന പോലെ അങ്ങ് നട്ടിട്ട് വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്തേണ്ട കാര്യമുള്ളൂ. അല്ല പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ അക്വാട്ടിക് പ്ലാന്റ്സ് ചിലതൊക്കെ നടുമ്പോൾ ഇങ്ങനെ തന്നെയാണ്, താമര ആമ്പലും നടുന്ന പോലെ തന്നെ നമ്മൾ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു അക്വേറിയം പ്ലാന്റും കൂടാണ്. ഇത് നല്ല ബുഷായിട്ട് വരും നിറച്ച്. അപ്പോൾ നല്ല ഭംഗിയാണ്. നമുക്ക് അതിൽ വേണമെങ്കിൽ ഗപ്പീസും ഒക്കെ ഇട്ട് ആഡ് ചെയ്ത് കുറച്ചും കൂടെ കളർഫുള്ളാക്കി എടുക്കാൻ പറ്റും. അങ്ങനൊരു പ്ലാന്റാണിത്. അപ്പോൾ ഈ പ്ലാന്റിലെല്ലാം നമ്മൾ ഗപ്പീസിനെയും കൂടി ഇടുന്നുണ്ട്, ഇല്ലെങ്കിൽ കൂത്താടിയൊക്കെ വരും. അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഗപ്പീസിനെയും കൂടെ ആഡ് ചെയ്യും. കാര്യം ഇല്ലെങ്കിൽ നമ്മുടെ കൊക്ക് പോലുള്ള ആശാന്മാർ വന്ന് ഇതെല്ലാം കൊണ്ടുപോകും. അതുകൊണ്ട് കുറച്ച് പ്ലാന്റ് റിച്ച് ആയതിനു ശേഷം ഗപ്പീസിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലത്. പിന്നെ അതുമല്ല, ഇപ്പോൾ ചൂട് സമയമല്ലേ, വെള്ളം ചൂടാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും കൂടെ ഒന്ന് പ്ലാന്റ് റിച്ച് ആയതിനു ശേഷം നമുക്ക് ഗപ്പീസൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് കളർഫുള്ളാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല ഒരു ലുക്ക് നമ്മുടെ വീടിൻ്റെ സൈഡിൽ കിട്ടും, ഇങ്ങനെ അക്വാട്ടിക് പ്ലാന്റ്സ് ഒക്കെ വെക്കുമ്പം. അപ്പോൾ നമ്മളിതിപ്പോൾ വെച്ചേക്കുന്നത് ഇപ്പോൾ കിണറിൻ്റെ സൈഡിലാണ്. അപ്പോൾ അവിടെ ആകുമ്പോൾ പൊങ്ങിയിരിക്കും. വലിയ ഈ മാക്രിയൊക്കെ വന്ന് മുട്ടയിടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഫ്രോഗിൻ്റെ ശല്യം നമ്മളെന്തായാലും വരും മഴയ സമയമൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി കൂടെ പൊക്കി വെച്ചേക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് വലയൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് വേണമെങ്കിൽ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇതൊക്കെ ഒഴിവാക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഇനിയും നമ്മൾ അക്വാട്ടിക് പ്ലാന്റ്സ് അതേപോലെ ഗാർഡൻ സംബന്ധമായ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.